ക്യാപ്റ്റൻ അമേരിക്കയായി ട്രംപിൻ്റെ രണ്ടാം വരവ്. വമ്പൻ വിജയത്തിന് പിന്നാലെ വീണ്ടും ഒരു ട്രംപൻ യുഗം. വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് മടങ്ങിയെത്തുമ്പോൾ അത് വെറുമൊരു മടങ്ങി വരവല്ല. ട്രംപിൻ്റെ രണ്ടാം ഊഴത്തിൽ ലോകരാഷ്ട്രീയം ആകെ മാറിമറിയുമെന്നാണ് സൂചനകൾ. ബംഗ്ലാദേശും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്കയിലാണ്. എന്നാൽ ഭാരതവുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ കൂടുതൽ ദൃഢത കൈവരുമെന്നാണ് പ്രതീക്ഷ. We can now project the winner of the presidential race. Donald Trump wins the presidency. What started off as unlikely, impossible, is now reality. I will fight for you with every breath in my body, and I will never, ever let you down. ലോകരാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ ചരിത്ര നിമിഷം. ട്രംപിന്റെ തിരിച്ചുവരവിനെ അങ്ങനെയല്ലാതെ വിശേഷിപ്പിക്കാനാകില്ല. എക്സിറ്റ് പോളുകളെയും മാധ്യമ വിലയിരുത്തലുകളെയുമെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടായിരുന്നു ട്രംപ് നിഷ്പ്രയാസം ജയിച്ചു കയറിയത്. ആധികാരിക വിജയം നേടിയാണ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ടാം തവണയും അദ്ദേഹം പ്രസിഡന്റായത്. ഇലക്ടറൽ കോളേജിന് പുറമെ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് അദ്ദേഹം രണ്ടാം തവണ അധികാരത്തിലെത്തുന്നത്. US ക്യാപിറ്റൽ മന്ദിരത്തിലെ റോട്ടൻഡ ഹാളിലാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. തണുത്തുറഞ്ഞ കാലാവസ്ഥയിലാണ് ട്രംപിന്റെ സ്ഥാനാരോഹണം. താപനില -6°C താഴ്ന്നതിനാൽ ചടങ്ങുകളെല്ലാം അകത്തെ വേദികളിലേക്ക് മാറ്റി. 1985 റൊണാൾഡ് റീഗന്റെ സ്ഥാനാരോഹണമാണ് അകത്തെ വേദിയിൽ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ളത്. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പരേഡും ഉള്ളിലാണ് നടത്തുന്നത്. ക്യാപിറ്റൽ മന്ദിരത്തിന് മുന്നിൽ വെച്ച് നടത്താനിരുന്ന ചടങ്ങുകൾ കാണാനായി 2 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ ചടങ്ങുകൾ അകത്തേക്ക് മാറ്റിയതിനാൽ ടിക്കറ്റ് ലഭിച്ചവർക്കും ചടങ്ങ് നേരിൽ കാണാനാകില്ല. ദൂരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ചടങ്ങ് കാണാൻ നിരവധി പേർ എത്തിയെങ്കിലും നിരാശയാണ് ഫലം. വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ള 20,000-ഓളം പേരെ മാത്രമേ ക്യാപിറ്റൽ മന്ദിരത്തിന് ഉൾക്കൊള്ളാനാകൂ. ട്രംപിന്റെ തിരിച്ചുവരവിന് ഒട്ടേറെയാണ് പ്രത്യേകതകൾ. പ്രസിഡന്റായിരിക്കുമ്പോൾ മത്സരിച്ച് പരാജയപ്പെടുകയും പിന്നീട് അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്ത വ്യക്തിയായി ട്രംപ് മാറി. 2016 ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2020 ബൈഡനോട് പരാജയപ്പെട്ടു. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം 2024 തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി. ഇങ്ങനെയൊരു തിരിച്ചുവരവ് മുൻപ് നടന്നത് ഒരേ ഒരു തവണയായിരുന്നു. 19-ാം നൂറ്റാണ്ടിലായിരുന്നു അത്. അന്ന് ഗ്രോവർ ക്ലീൻലൻഡ് ആയിരുന്നു ഇത്തരത്തിൽ ഒരു ജയം നേടിയത്. 1885 മുതൽ 1889 വരെയും 93 മുതൽ 97 വരെയുമാണ് അദ്ദേഹം പ്രസിഡന്റായത്. ട്രംപിന്റെ രണ്ടാം വരവ് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്താകമാനം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. വിവിധ വിഷയങ്ങളിൽ ട്രംപിന്റെ നയങ്ങൾ എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ച് പ്രചാരണം നടത്തി വിജയം നേടിയ ട്രംപ് തികഞ്ഞ അമേരിക്കൻ ദേശീയവാദിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ നയങ്ങളും അമേരിക്കൻ താൽപര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നതിൽ സംശയമില്ല. സാമ്പത്തിക പരിഷ്കരണവും നികുതി ലളിതമാക്കലും കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറയ്ക്കലും അദ്ദേഹത്തിന്റെ നയങ്ങളാണ്. അനധികൃത കുടിയേറ്റം തടയും, വിലക്കയറ്റം നിയന്ത്രിക്കും, പുറംജോലി കരാർ അവസാനിപ്പിച്ച് ഉൽപ്പാദന രംഗം ശക്തമാക്കും, യൂറോപ്പിലും മധ്യപൂർവ്വദേശത്തും സമാധാനം ഉറപ്പാക്കും, ഗർഭഛിദ്രം നിയമവിരുദ്ധമാക്കും തുടങ്ങിയവയാണ് ട്രംപിന്റെ ലക്ഷ്യങ്ങൾ. സംസാരത്തിന് പകരം പ്രവർത്തിച്ചു കാട്ടുന്ന പ്രകൃതക്കാരനാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകുന്ന സ്വഭാവം. ട്രംപിന്റെ ഭരണത്തിൽ US-ന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചമായിരുന്നു. പണപ്പെരുപ്പത്തോത് നിയന്ത്രണ വിധേയമായിരുന്നു. അമേരിക്കയുടെ അതിർത്തികൾ ഭദ്രമായിരുന്നു. എന്നാൽ ജോ ബൈഡൻ ഭരണകാലത്ത് അതായിരുന്നില്ല സ്ഥിതി. സാമ്പത്തിക സ്ഥിതി പിന്നോട്ടുപോയി. കുടിയേറ്റവും കൂടി. റഷ്യ-യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയ യുദ്ധവിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ വൻ ചർച്ചയായി. ഗാസ-യുക്രൈൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുത്തപ്പോൾ യുദ്ധത്തിനെതിരായി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും പ്രസിഡന്റ് ബൈഡന് കഴിഞ്ഞില്ല. യുദ്ധരഹിതമായിരുന്നു ട്രംപിന്റെ ഭരണകാലമെന്നതും ശ്രദ്ധേയമാണ്. പ്രചാരണ സമയത്ത് ബൈഡൻ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ട്രംപ് തുറന്നുകാട്ടി. ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിലുള്ള കഴിഞ്ഞ 4 വർഷം ഭൂരിഭാഗം അമേരിക്കക്കാരെയും ദുരിതത്തിലാക്കുന്നതായിരുന്നു. പണപ്പെരുപ്പം അതിരൂക്ഷമായി. തൊഴിലില്ലായ്മ വർദ്ധിച്ചു. സമ്പദ്വ്യവസ്ഥ കുത്തനെയുള്ള മാന്ദ്യത്തിന് സാക്ഷ്യം വഹിച്ചു. US-ന്റെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രധാന കാരണക്കാരൻ ബൈഡനാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡ് പ്രതിരോധത്തിലും ബൈഡൻ പരാജയമായിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം തടയാനോ ഗാസ യുദ്ധം തടയാനോ ബൈഡന് കഴിഞ്ഞിരുന്നില്ല.
താനായിരുന്നു US പ്രസിഡന്റെങ്കിൽ ഗാസ യുദ്ധം തന്നെ ഉണ്ടാകില്ലെന്നായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ആദ്യ സംവാദത്തിൽ ട്രംപ് പറഞ്ഞത്. ഇറാന് അനുകൂലമായി ബൈഡൻ സർക്കാർ നിന്നുകൊണ്ടാണ് യുദ്ധമുണ്ടായതെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. യുദ്ധത്തിനെതിരായ ട്രംപിന്റെ ഇടപെടലുകൾ ശ്രദ്ധ നേടിയതോടെ യുദ്ധവിഷയങ്ങൾ ബൈഡനേക്കാൾ നന്നായി ട്രംപ് കൈകാര്യം ചെയ്യുമെന്ന അഭിപ്രായവും ശക്തമായി. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ തന്നെ ഗാസയിൽ വെടിനിർത്തൽ നടന്നു എന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഗാസയിൽ ഹമാസ് ഭീകരർ ബന്ദികളാക്കിയിരിക്കുന്നവരെ മോചിപ്പിക്കണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പാണ് ഇതോടെ ഫലം കണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് റഷ്യ-യുക്രൈൻ യുദ്ധമാണ്. ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ റഷ്യ-യുക്രൈൻ യുദ്ധവും അവസാനിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ യുക്രൈനിലേക്ക് കോടികൾ കൈമാറിയതിനെ ചോദ്യം ചെയ്തിട്ടുള്ള ട്രംപ് തനിക്ക് 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനും സാധിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. $200 ബില്യൺ അമേരിക്ക ഇതുവരെ യുദ്ധശ്രമങ്ങൾക്കായി ചെലവഴിച്ചിട്ടുള്ളത്. തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് ഈ തുക ഉപയോഗിക്കാമായിരുന്നുവെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ട്രംപ്. ട്രംപിന്റെ രണ്ടാം വരവ് ഭാരതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചർച്ചകളും സജീവമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത സൗഹൃദമുണ്ട് ട്രംപിന്. ഈ വ്യക്തിബന്ധം ഭാരതത്തിന് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2019 സെപ്റ്റംബറിൽ ഹൂസ്റ്റണിൽ മോദിയും ട്രംപും പങ്കെടുത്ത ഹൗഡി മോദി പരിപാടി ലോകശ്രദ്ധ നേടിയിരുന്നു. ഒരു കമ്മ്യൂണിറ്റി റാലിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായിട്ടാണ് പങ്കെടുത്തത്. 2020 ഫെബ്രുവരിയിൽ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനവും ഗംഭീര വിജയമായിരുന്നു. ഗുജറാത്തിൽ നടന്ന നമസ്തേ ട്രംപ് റാലിയിലൂടെ ഭാരത-US ബന്ധവും കൂടുതൽ ദൃഢമായി. ഒരുപക്ഷെ ഒരു US പ്രസിഡന്റിന്റെ വരവ് ഭാരതം ഇത്രയധികം ആഘോഷമാക്കിയത് ആദ്യമായിട്ടായിരിക്കും. ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾക്കൊപ്പം തന്നെ ഒരുമിച്ചുള്ള മുന്നേറ്റമായിരിക്കും മോദിയും ട്രംപും തമ്മിലുണ്ടാകുക. സമാധാനപരമായ ആണവോർജ്ജത്തിനായുള്ള സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിൽ അനുകൂല നിലപാട് പ്രതീക്ഷിക്കാം. അമേരിക്കൻ കമ്പനികളെ ഭാരതത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൂടുതൽ ശ്രമങ്ങൾക്കും സാധ്യത കൂടുന്നു. ഇതൊരു പ്രധാന ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ പദവി ഉയർത്തുന്നതായിരിക്കും. ഈ നീക്കം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തും. ആഗോള വിതരണ ശൃംഖലയിൽ ഭാരതത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്താനും സഹായിക്കും. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിയമപരമായ കുടിയേറ്റത്തിന് പിന്തുണ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപിന്റെ രണ്ടാം വരവിൽ ഭാരത വിരുദ്ധർ കനത്ത തിരിച്ചടി നേരിടുകയാണ്. ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ കടുത്ത ഭാരതവിരുദ്ധനായ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. ട്രംപ് ഭരണത്തിൽ ഭാരതവിരുദ്ധതയ്ക്ക് നിലനിൽപ്പില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. ഭാരതത്തിനെതിരെ നിരന്തരം ഗൂഢാലോചന നടത്തി വിവാദത്തിലായ അമേരിക്കൻ നിക്ഷേപ കമ്പനി ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നുവെന്ന് പ്രഖ്യാപിച്ചതും ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപാണ്. കമ്പനിയുടെ സ്ഥാപകൻ നഥാൻ ആൻഡേഴ്സനാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഓഹരി വിപണിയിൽ കൃത്രിമത്വം നടത്തിയെന്ന് ഭാരതത്തിലെ നിരവധി കമ്പനികൾക്കെതിരെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ് ഹിൻഡൻബർഗ്. അതേസമയം തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയതിനാലാണ് സ്ഥാപനം അടച്ചുപൂട്ടുന്നതെന്നാണ് നേതൻ ആൻഡേഴ്സൺ പറയുന്നത്. ഭാരതത്തിന്റെ GDP വളർച്ച വൻതോതിൽ ഇടിയുമെന്ന തെറ്റായ പ്രചാരണം ഹിൻഡൻബർഗ് നടത്തിയിരുന്നു. ട്രംപ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതോടെ ബംഗ്ലാദേശിൽ എന്തു സംഭവിക്കുമെന്നതും ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കാൻ മറ്റൊരു ലോക നേതാവും ധൈര്യപ്പെടാത്ത സമയത്ത് ഹിന്ദു വിഭാഗത്തിനായി നിലകൊണ്ട ഏക നേതാവാണ് ട്രംപ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഈ വിഷയം ഏറ്റെടുത്ത ട്രംപ് ഭരണത്തിലെത്തിയാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പ്രതീക്ഷയോടെയാണ് ട്രംപിന്റെ തിരിച്ചുവരവിനെ കാണുന്നത്. ചൈനയ്ക്കെതിരെയുള്ള ട്രംപിന്റെ നയവും ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളടങ്ങിയ ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ട്രംപ് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അധികാരമേൽക്കുന്നതിന് ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശനയ നടപടി. ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള ക്വാഡ് മേഖലയിലെ ചൈനീസ് കടന്നുകയറ്റത്തിനുള്ള ശക്തമായ മുന്നറിയിപ്പാണിത്. പാനമ കനാലിനെ സംബന്ധിച്ച് ട്രംപിന്റെ മുന്നറിയിപ്പുകളും ചർച്ചയ്ക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. പാനമ കനാൽ പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. കനാൽ വഴി കടന്നുപോകുന്ന യാത്രാ കപ്പലുകളും ചരക്കു കപ്പലുകളും ഒരു നിശ്ചിത തുക ഫീസായി നൽകേണ്ടതുണ്ട്. കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ നിരക്കുകൾ അടുത്തിടെ പാനമ വർദ്ധിപ്പിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഫീസിന്റെ കാര്യത്തിൽ പുനഃക്രമീകരണം നടപ്പാക്കിയില്ലെങ്കിൽ കനാലിന്റെ അധികാരം US-ലേക്ക് തിരികെ നൽകാൻ ആവശ്യപ്പെടുമെന്നാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നാണ് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാനമ കനാൽ.
പാനമയുടെ വരുമാനത്തിൽ 80% കനാലിലൂടെയുള്ള ജലഗതാഗതത്തിലൂടെയാണ് ലഭിക്കുന്നത്. പ്രതിവർഷം ഏകദേശം $270 ബില്യൺ ചരക്ക് ഗതാഗതം നടക്കുന്ന പാനമ കനാൽ ആഗോള വ്യാപാരത്തിലെ ഒരു നിർണായക പാതയാണ്. കനാൽ വഴിയുള്ള 75% ചരക്ക് നീക്കവും US ഇറക്കുമതിയും കയറ്റുമതിയുമായി ബന്ധപ്പെട്ടതാണ്. US അതിനാൽ പാനമ കനാലിനെ വളരെയേറെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ഷിപ്പിംഗ് നിരക്കുകൾ ഏകപക്ഷീയമല്ലെന്നാണ് പാനമ കനാൽ അതോറിറ്റി അഭിപ്രായപ്പെടുന്നത്. വിപണി സാഹചര്യങ്ങളും കനാൽ പരിപാലിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള ചെലവുകൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണ് അതോറിറ്റി പറയുന്നത്. അമേരിക്കയ്ക്ക് പുറമെ കനാലിന്റെ രണ്ടാമത്തെ വലിയ ഉപയോക്താവായ ചൈനയ്ക്ക് ഇക്കാര്യത്തിൽ ചില താൽപ്പര്യങ്ങളുണ്ട്. മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ഉയർന്ന ആശങ്കകളും ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നിലുണ്ട്. 2017 തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനും ചൈനയുമായി ബന്ധം സ്ഥാപിക്കാനുമുള്ള പാനമയുടെ തീരുമാനത്തെ തുടർന്ന് കനാലിന്റെ ഒരു പ്രധാന സാമ്പത്തിക പങ്കാളിയായി ബീജിംഗ് മാറിയിരുന്നു. ചൈനീസ് കമ്പനികൾ കനാലിന്റെ 2 തുറമുഖ ടെർമിനലുകളുടെ പ്രവർത്തനം ഏറ്റെടുത്തിരുന്നു. പാനമയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ഈ പങ്കിനെക്കുറിച്ചുള്ള ആശങ്കയാണ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ. ആഗോളതലത്തിൽ നിർണായകമായ വ്യാപാര മാർഗങ്ങളിലെ ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിനുള്ള ട്രംപിന്റെ നീക്കമായും ഇതിനെ കാണാൻ സാധിക്കും. ട്രംപിന്റെ കീഴിൽ അമേരിക്കയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുമോ എന്ന ചർച്ചകളും വ്യാപകമായി ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായി വരുന്നതാണ് ഗ്രീൻലൻഡിനെക്കുറിച്ചുള്ള വാദങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ആർട്ടിക്കിൾ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലൻഡ്. ഒരു കാലത്ത് ഡാനിഷ് കോളനിയായിരുന്നു. 1979 മുതൽ ഡെൻമാർക്കിന്റെ ഒരു സ്വയംഭരണ പ്രവിശ്യയാണ് ഗ്രീൻലൻഡ്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും ഇടയിൽ കാനഡയിൽ നിന്നും ബാഫിൻ ഉൾക്കടലിന് കുറുകെയുമാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പും സ്വന്തം പ്രധാനമന്ത്രിയുമുള്ള ഗ്രീൻലൻഡിന്റെ വിദേശകാര്യവും സൈനികകാര്യവും നോക്കുന്നത് ഡെൻമാർക്കാണ്. വർഷത്തിൽ 2 മാസം മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന ദ്വീപിന്റെ 80% പ്രദേശവും മഞ്ഞ് മൂടിക്കിടക്കുന്നു. അപൂർവ ധാതുക്കളാൽ സമൃദ്ധമാണ് ഈ ദ്വീപ്. എണ്ണ, പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ് എന്നിവയും വൈദ്യുത വാഹനങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പടക്കോപ്പുകളുടെയും നിർമ്മാണത്തിനാവശ്യമായ അപൂർവ ധാതുക്കളും ദ്വീപിലുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ 4 കിലോമീറ്റർ വരെ കനത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ദ്വീപിലെ ധാതു സമൃദ്ധി കാര്യമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടില്ല. US തന്ത്രപരമായി പ്രാധാന്യമുള്ള ദ്വീപാണ് ഗ്രീൻലൻഡ്. 1943 മുതൽ അവിടെ ഒരു US വ്യോമസേന താവളം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഗ്രീൻലൻഡിന്റെ നിയന്ത്രണം തങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നാണ് അമേരിക്കയുടെ പക്ഷം. റഷ്യയിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ പെട്ടെന്ന് പ്രത്യാക്രമണം നടത്താൻ സൗകര്യമുള്ള സ്ഥലമെന്നതും ഇതിനു കാരണമാണ്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉത്തര കൊറിയയിൽ നിന്നോ വരുന്ന മിസൈലുകൾ നിരീക്ഷിക്കാനും തടയാനും കഴിയും. അതുപോലെ ഗ്രീൻലൻഡിൽ നിന്നും കൂടുതൽ എളുപ്പത്തിൽ ഏഷ്യയിലേക്കോ യൂറോപ്പിലേക്കോ മിസൈലുകളും കപ്പലുകളും അയക്കാൻ കഴിയും. US-ന്റെ 51ാം സ്റ്റേറ്റാക്കാൻ ട്രംപ് കാനഡയെ ക്ഷണിച്ചിരുന്നു. കനേഡിയൻ പൗരന്മാർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും അമേരിക്കയുടെ ഭാഗമായാൽ കാനേഡിയൻ പൗരന്മാർക്ക് നികുതി ഭാരം ഉണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു. കാനഡയിലെ ജനതയുടെ വലിയൊരു വിഭാഗം കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ അമേരിക്ക എന്ന മഹത്തായ രാജ്യത്തിന്റെ സുരക്ഷ അവർക്ക് അനുഭവിക്കുകയും ചെയ്യാം. അവരെ വലയം ചെയ്യുന്ന റഷ്യൻ, ചൈനീസ് പടക്കപ്പലുകളിൽ നിന്നും പൂർണ്ണമായും കനേഡിയൻ ജനത സുരക്ഷിതരായിരിക്കും. മഹത്തായ രാജ്യമാകാൻ പോകുന്ന അമേരിക്കയുടെ നേട്ടം അവർക്കും ലഭിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാനഡ ഉൽപ്പന്നങ്ങൾക്ക് 20% തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ട്രൂഡോയെ ഭയപ്പെടുത്തിയിരുന്നു. ഓടിയെത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിലും കാനഡയെ US-ന്റെ 51ാമത്തെ സംസ്ഥാനമാക്കാമെന്നും ട്രൂഡോയെ ഗവർണറാക്കാമെന്നുമായിരുന്നു ട്രംപിന്റെ പരിഹാസം. ഇതോടെ ട്രൂഡോയ്ക്കെതിരായ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. ജനരോഷവും സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പ്രതിഷേധങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ രാജിവെച്ച് ഒഴിയുകയായിരുന്നു.